നമസ്കാരം. ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ഹൃദയമിടിപ്പുകൾ കൊണ്ടല്ല, മറിച്ച് അവന്റെ പേരും അസ്തിത്വവും അടയാളപ്പെടുത്തിയ ഔദ്യോഗിക രേഖകൾ കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യവസ്ഥിതിയിലാണ് നമ്മൾ കഴിയുന്നത്. ജീവനോടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനേക്കാൾ കടലാസിലെ കറുത്ത അക്ഷരങ്ങളെ ഭരണകൂടം വിശ്വസിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യന്റെ ജീവനും ജീവിതവും വെറും അക്കങ്ങളായി മാറുന്നു. ഇത്തരത്തിൽ സ്വന്തം മരണവാർത്ത സർക്കാർ രേഖകളിൽ വായിക്കേണ്ടി വന്ന ഉത്തർപ്രദേശിലെ അസംഗഡ് സ്വദേശിയായ ലാൽ ബിഹാരിയുടെ കഥ കേവലം ഒരു വ്യക്തിയുടെ പോരാട്ടമല്ല, അത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ കണ്ണു തുറപ്പിച്ച അസാധാരണമായ ഒരു അതിജീവന ഗാഥയാണ്. ബന്ധുക്കളുടെ ചതിയിൽപ്പെട്ട് മരിച്ചവനെന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു സാധാരണക്കാരൻ താൻ ശ്വസിക്കുന്നുണ്ടെന്നും തന്റെ രക്തത്തിന് ചൂടുണ്ടെന്നും ലോകത്തെ ബോധ്യപ്പെടുത്താൻ നടത്തിയ 18 വർഷം നീണ്ട യാത്ര നിയമചരിത്രത്തിലെ വിചിത്രമായ അധ്യായമായി ഇന്നും നിലകൊള്ളുന്നു. നിയമദേവതയെ മുട്ടുകുത്തിച്ച ആ മൃതശരീരത്തിന്റെയും തന്റെ നിഴലിനെ പോലും അസ്തിത്വം ബോധ്യപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യന്റെയും നിശ്ചയദാർഢ്യം ഏതൊരു വ്യക്തിയെയും ചിന്തിപ്പിക്കുന്നതാണ്. ഉത്തർപ്രദേശിലെ അസംഗഡിൽ നിന്നുള്ള ലാൽ ബിഹാരി എന്ന സാധാരണക്കാരന്റെയും, പലയിടങ്ങളിലും അദ്ദേഹത്തെ ബാബുറാം എന്നും വിശേഷിപ്പിക്കാറുണ്ട്, അദ്ദേഹം രൂപീകരിച്ച മൃതദേഹങ്ങളുടെ സംഘടനയുടെയും കഥ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും എന്നാൽ പോരാട്ട വീര്യമുള്ളതുമായ അധ്യായമാണ്. താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാൻ ഒരു മനുഷ്യൻ നടത്തിയ അസാധാരണമായ യാത്രയുടെ കഥ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. ആ കഥയിലേക്ക് വരാം. നിയമപരമായി താൻ മരിച്ചുപോയി എന്ന് കേൾക്കുമ്പോൾ ആർക്കും ആദ്യം ചിരി വരാം. എന്നാൽ ആ ചിരി കണ്ണീരായും പിന്നീട് നീണ്ട പോരാട്ടമായും മാറിയ ബാബുറാമിന്റെ ജീവിതം ഒരു സിനിമയേക്കാൾ നാടകീയമാണ്. എല്ലാം തുടങ്ങിയത് ഒരു ചെറിയ ഭൂമി തർക്കത്തിൽ നിന്നായിരുന്നു. സ്വന്തം ബന്ധുക്കൾ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി സർക്കാർ രേഖകളിൽ ബാബുറാമിനെ മരിച്ചവനായി രേഖപ്പെടുത്തി. ജീവനോടെ നിൽക്കുന്ന ബാബുറാം പെട്ടെന്നൊരു ദിവസം സർക്കാർ രേഖകളിൽ വെറും മൃതശരീരമായി മാറി. പിന്നീടുള്ള 18 വർഷങ്ങൾ ബാബുറാമിന് ഒരു പരീക്ഷണമായിരുന്നു. താൻ മരിച്ചിട്ടില്ലെന്നും തന്റെ ഹൃദയം ഇന്നും മിടിക്കുന്നുണ്ടെന്നും അധികാരികളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല. എന്നാൽ കടലാസിലെ കറുത്ത അക്ഷരങ്ങൾ മാത്രമായിരുന്നു നിയമത്തിന് സത്യം. ജീവനോടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനേക്കാൾ അവർ വിശ്വസിച്ചത് ബാബുറാം മരിച്ചു എന്നെഴുതിയ ആ ഒരു കടലാസ് കഷ്ണമായിരുന്നു. നിയമദേവതയുടെ കണ്ണിലെ ആ കറുത്ത തുണി ബാബുറാമിന് മുന്നിൽ ഒരു വലിയ മതിലായി നിന്നു. തന്നെ പോലെ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവരായി മുദ്ര കുത്തപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ വേറെയുമുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം മൃതക് സംഘ് അഥവാ മരിച്ചവരുടെ സംഘടന രൂപീകരിച്ചത്. താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ലോകത്തെ അറിയിക്കാൻ അദ്ദേഹം സ്വീകരിച്ച മാർഗങ്ങൾ വിചിത്രമായിരുന്നു. സ്വന്തം മരണാനന്തര കർമ്മങ്ങൾ അദ്ദേഹം പരസ്യമായി നടത്തി. പ്രധാനമന്ത്രിക്കെതിരെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പോലീസുകാരെ കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ചെറിയ കുറ്റങ്ങൾ ചെയ്തു. കാരണം പോലീസ് തന്നെ അറസ്റ്റ് ചെയ്താൽ താൻ ജീവിച്ചിരിക്കുന്നു എന്നതിന് ഒരു തെളിവാകുമല്ലോ. ഒടുവിൽ 1994 നീണ്ട 18 വർഷത്തെ നിയമയുദ്ധത്തിനൊടുവിൽ കോടതി വിധിച്ചു, ബാബുറാം മരിച്ചിട്ടില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. നിയമപുസ്തകങ്ങളിലെ ആ കറുത്ത അക്ഷരങ്ങൾ തിരുത്തി എഴുതപ്പെട്ട നിമിഷം അത് ബാബുറാമിന്റെ മാത്രം വിജയമായിരുന്നില്ല. മൃതശരീരങ്ങളായി നിയമം മുദ്ര കുത്തിയ 10,000-കണക്കിന് പാവപ്പെട്ടവർക്ക് നൽകിയ വലിയൊരു പ്രതീക്ഷയായിരുന്നു അത്. മൃതശരീരം എന്ന് ലോകം വിളിച്ചപ്പോൾ ആ മൃതശരീരം കൊണ്ട് തന്നെ നിയമദേവതയെ മുട്ടുകുത്തിച്ച ആ മനുഷ്യൻ ഇന്നും ഭരണകൂട അനാസ്ഥകൾക്കെതിരെ പോരാടുന്നവർക്ക് ഒരു വലിയ പാഠമാണ്. നീതി തേടിയുള്ള യാത്രയിൽ തോറ്റുപോകാതിരിക്കാൻ ബാബുറാം നൽകിയ ഊർജം ചെറുതല്ല. ബാബുറാം നടത്തിയ ഈ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ തുടർച്ചയായി ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ ഉണ്ടായ മാറ്റങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റ് രസകരമായ വസ്തുതകളും ശ്രദ്ധേയമാണ്. ഒരു സാധാരണക്കാരന് തന്റെ അസ്തിത്വം തെളിയിക്കാൻ 18 വർഷം വേണ്ടി വന്നു എന്നത് ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ വലിയൊരു പരാജയമായാണ് അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെട്ടത്. ഇതേ തുടർന്ന് ഉത്തർപ്രദേശിലെ റവന്യൂ രേഖകളിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുകയും ഭൂമി തർക്കങ്ങളുടെ പേരിൽ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായി രേഖപ്പെടുത്തുന്ന ക്രിമിനൽ രീതിക്കെതിരെ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമുണ്ടാകുന്ന ഇത്തരം തെറ്റുകൾ തിരുത്താൻ ഇപ്പോൾ പ്രത്യേക സെല്ലുകൾ പോലും പ്രവർത്തിക്കുന്നുണ്ട്. ബാബുറാമിന്റെ ജീവിതം പിൽക്കാലത്ത് കലാരംഗത്തും വലിയ സ്വാധീനം ചെലുത്തി. അദ്ദേഹത്തിന്റെ ഈ അസാധാരണ പോരാട്ടത്തെ ആസ്പദമാക്കി കാഗസ് എന്ന പേരിൽ ഒരു ബോളിവുഡ് ചിത്രം പുറത്തിറങ്ങിയിരുന്നു. പങ്കജ് ത്രിപാഠി നായകനായ ഈ സിനിമ ഒരു സാധാരണക്കാരൻ നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങിപ്പോകുന്നതും തന്റെ ജീവൻ തെളിയിക്കാൻ നടത്തുന്ന സമരങ്ങളും ലോകത്തിന് മുന്നിൽ എത്തിച്ചു. ബാബുറാമിന്റെ സംഘടനയായ മൃതക് സംഘ് ഇന്നും സജീവമാണ്. താൻ നീതി നേടിയെടുത്ത ശേഷവും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന മറ്റുള്ളവർക്ക് നിയമസഹായം നൽകാൻ അദ്ദേഹം തന്റെ ജീവിതം മാറ്റിവെച്ചു. മരിച്ചു എന്ന് രേഖപ്പെടുത്തിയതിനാൽ സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് ബാബുറാം ഒരു വഴികാട്ടിയായി മാറി. അദ്ദേഹത്തിന്റെ പോരാട്ടം കേവലം ഒരു വ്യക്തിയുടേതല്ല, മറിച്ച്
അഴിമതി നിറഞ്ഞ സംവിധാനങ്ങൾക്കെതിരെയുള്ള സാധാരണക്കാരന്റെ വിജയമാണ്. 2003 അദ്ദേഹത്തിന് ലഭിച്ച ഇഗ് നൊബേൽ പുരസ്കാരം സ്വീകരിക്കാൻ പോലും പാസ്പോർട്ട് കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് ഇന്ത്യൻ ഭരണകൂടം അദ്ദേഹത്തോട് പുലർത്തിയ നിഷേധാത്മക നിലപാടിന് മറ്റൊരു ഉദാഹരണമാണ്. എങ്കിലും തളരാത്ത പോരാട്ട വീര്യം കൊണ്ട് അദ്ദേഹം നിയമദേവതയെ സത്യം ബോധ്യപ്പെടുത്തി. ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളിലെ വിചിത്രമായ പഴുതുകൾ ഉപയോഗിച്ച് സാധാരണക്കാർ നടത്തിയ മറ്റു ചില പോരാട്ടങ്ങളും ബാബുറാമിന്റെ കഥ പോലെ തന്നെ വിസ്മയിപ്പിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രാജസ്ഥാനിലെ ഹനുമാൻ പ്രസാദ് എന്ന വ്യക്തിയുടെ കഥ. ബാബുറാമിനെ പോലെ അദ്ദേഹം രേഖകളിൽ മരിച്ചവനായിരുന്നില്ല. പകരം ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ 33 വർഷത്തോളം വിചാരണ നേരിടേണ്ടി വന്ന ഒരാളായിരുന്നു. കേവലം ₹1 തട്ടിപ്പ് ആരോപിച്ചായിരുന്നു അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ 30-ലേറെ വർഷം കോടതി കയറിയിറങ്ങിയ അദ്ദേഹം ഒടുവിൽ കേസ് ജയിക്കുമ്പോഴേക്കും തന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. നിയമത്തിന്റെ വേഗതയില്ലായ്മ ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ തകർക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഈ സംഭവം. മറ്റൊരു വിചിത്രമായ സംഭവം ഉത്തർപ്രദേശിലെ തന്നെ ഭരത് സിംഗ് എന്ന വ്യക്തിയുടേതാണ്. മരിച്ചു എന്ന് രേഖകളിൽ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാൻ അദ്ദേഹം സ്വീകരിച്ച മാർഗം തന്റെ ശവയാത്ര നടത്തുന്നതായിരുന്നു. സ്വന്തം ശവമഞ്ചത്തിൽ കിടന്ന് ഗ്രാമത്തിലൂടെ സഞ്ചരിച്ച അദ്ദേഹം ഭരണകൂടം തന്നെ കൊന്നുവെന്നും എന്നാൽ താൻ ശാരീരികമായി ഇവിടെ ഉണ്ടെന്നും വിളിച്ചു പറഞ്ഞു. ബാബുറാമിന്റെ മൃതക് സംഘ് നൽകിയ പ്രചോദനമായിരുന്നു ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഭൂമാഫിയകൾ പാവപ്പെട്ടവരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ഇന്നും ഇത്തരം രേഖാപരമായ കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ സംഭവങ്ങൾ അടിവരയിടുന്നു. ഇന്ത്യൻ നിയമ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് രത്ലം മുനിസിപ്പാലിറ്റി കേസ്. ഒരു നഗരത്തിലെ ശുചിത്വമില്ലായ്മയ്ക്കെതിരെ സാധാരണക്കാരായ ജനങ്ങൾ സുപ്രീം കോടതി വരെ പോരാടി വിജയിച്ച കേസാണിത്. ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞ് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കാൻ ഭരണകൂടത്തിന് കഴിയില്ലെന്ന് ഈ കേസിലൂടെ കോടതി വ്യക്തമാക്കി. സാധാരണക്കാരൻ വിചാരിച്ചാൽ വലിയ സംവിധാനങ്ങളെ പോലും തിരുത്താൻ കഴിയുമെന്ന് ഈ പോരാട്ടങ്ങൾ തെളിയിക്കുന്നു. നിയമം ചിലപ്പോഴൊക്കെ അന്ധമാണെങ്കിലും നിരന്തരമായ പോരാട്ടത്തിലൂടെ അതിനെ സത്യം കാണിക്കാൻ ബാബുറാമിനെ പോലുള്ളവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.